ഇ-കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരാളാണ് നിങ്ങൾ. സിമ്പിൾ ആണ്. ഇപ്പൊ പ്രസന്റ്ലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് GST രജിസ്ട്രേഷൻ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും നിങ്ങൾ ഒപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി ആ പ്രൊഡക്റ്റിന് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് ആ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ഡേറ്റ് ചെയ്ത് അതിൽ നിങ്ങളൊരു ആഡ് ഒക്കെ റൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ ത്രൂ അല്ലെങ്കിൽ ആ ആഡ് കണ്ടിട്ട് കുറച്ച് ആളുകൾ ഓർഡർ തന്ന് വന്നു എന്ന് വിചാരിക്കാം. അടുത്ത സ്റ്റേജിൽ മീഷോ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കേരളത്തിൽ മാത്രം വിൽക്കുക. നമുക്ക് ഈ പറയുന്ന GST കാര്യങ്ങളൊന്നും വേണ്ട. മീഷോയിൽ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. നിങ്ങളെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് മീഷോന്നും നിങ്ങൾക്ക് ഓർഡർ വരുന്നുണ്ട് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു GST രജിസ്ട്രേഷൻ ഒക്കെ എടുത്ത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയില് ഇന്ത്യ ഒട്ടാകെ സെൽ ഔട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ മാറുന്നതിനെ പറ്റി ചിന്തിക്കാം. ആദ്യം നമ്മൾ ഈ സെൽ ഔട്ട് ചെയ്യാൻ വരുന്ന പ്രൊഡക്റ്റ് അറ്റ്ലീസ്റ്റ് അതിന് മാർക്കറ്റിൽ കുറച്ച് ആളുകൾ ഇത് വാങ്ങും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം. അതിന്റെ ശേഷം മാത്രം ഒരു രജിസ്ട്രേഷൻ ഫോർമാലിറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താ വെച്ചാൽ ഇപ്പൊ കുറെ ആളുകൾ വന്നിട്ട് GST രജിസ്ട്രേഷൻ എടുത്ത് ഈ ആമസോണിലൊക്കെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നോക്കും. 1-2 മാസം ലിസ്റ്റ് ചെയ്ത് ഒരു ഓർഡറും ഇല്ലാത്താവുമ്പോൾ അവിടെ നിർത്തി പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പൊ രജിസ്ട്രേഷൻ എടുക്കാൻ ഒരു 100 ആൾ വരുന്നുണ്ടെങ്കിൽ അതിൽ 60 ആൾക്കാർ ഈ കാറ്റഗറിയിലുള്ളതാണ്. പക്ഷെ കുറച്ച് ആളുകളുണ്ട് ഇങ്ങനെ ട്രയൽ റൺ ഒക്കെ നടത്തി വരുന്ന ആളുകൾ. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ഉണ്ടാവും, ഒരു കുറച്ചും കൂടെ സ്കെയിലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് അതിന് ഒരു ഓർഡറും ഇല്ല, നിങ്ങളാണെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രേഷൻസ് ഒക്കെ എടുത്ത് അപ്പൊ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും വേണ്ടി വരും. മറ്റേതാകുമ്പോൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ അടുത്ത സ്റ്റേജിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.